ആത്മീയ ചികിത്സയുടെ മറവിൽ കോഴിക്കോട് വൻ തട്ടിപ്പ്. തളിക്കര സ്വദേശിയിൽ നിന്ന് 1 കോടിയോളം രൂപ തട്ടിയെടുത്ത 3 പേർ തൊട്ടിൽ പാലത്ത് പിടിയിലായി. ഭാര്യയുടെ അസുഖം ആത്മീയ ചികിത്സയിലൂടെ മാറ്റാമെന്ന് പറഞ്ഞ് പണം തട്ടുകയായിരുന്നു. YS അഭിനന്ദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. അഭിനന്ദ്, തട്ടിപ്പ് വിളയുന്ന സംസ്ഥാനമായിട്ട് മാറുകയാണോ? പറയൂ അഭിനന്ദ്, ഗുഡ് മോർണിംഗ്. SKN ഗുഡ് മോർണിംഗ്. പ്രിൻസിപ്പൽ, അതായത് മലപ്പുറത്തെ കോഡൂർ വട്ടപ്പറമ്പിലെ അൽഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കേന്ദ്രീകരിച്ചാണ് വൻ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ തട്ടിൽ സ്വദേശിയായിട്ടുള്ള ആദിലാണ് പരാതിക്കാരൻ. നേരത്തെ തന്നെ ഈ ആത്മീയ ചികിത്സയിലൂടെ തനിക്ക് ഉണ്ടായിട്ടുള്ള മാരക രോഗം അത് മാറ്റാമെന്ന് ഇയാളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ആദ്യഘട്ടത്തിൽ 15 ലക്ഷം രൂപ വാങ്ങിച്ചു. 2 ദിവസത്തിനുള്ളിൽ തിരികെ തരാമെന്ന് ഉറപ്പ് നൽകി. പിന്നീട് അത് 30 ലക്ഷം രൂപ വാങ്ങി, 45 ലക്ഷം രൂപ വാങ്ങി. അങ്ങനെ 1 കോടിയിലധികം രൂപ തട്ടിയെടുത്തുന്ന പരാതിയുമായിട്ടാണ് ആദിൽ പോലീസിന് മുന്നിലെത്തിയത്. പോലീസ് നേരിട്ട് തന്നെ കോടതിയിൽ കൈമാറുകയായിരുന്നു. കോടതിയിൽ ഇവരെ 3 പേരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം പോലീസിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ഇവർ പിടിയിലായിരിക്കും. ഇവർ ഒരു മലപ്പുറത്ത് തന്നെ കോഡൂർ വട്ടംപറമ്പിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പൽമാരാണ് ഈ 2 പേരും. മണ്ണാർക്കാട് സ്വദേശിയായിട്ടുള്ള ഷംസുദ്ദീൻ, ഒപ്പം തന്നെ റഫീഖ്, അങ്ങനെ 3 പേരാണ് നിലവിലിപ്പോൾ തൊട്ടിൽപ്പാലം പോലീസിന്റെ പിടിയിലായിട്ടുള്ള. വിവിധ ഘട്ടങ്ങളിലായി നേരിട്ടും ബാങ്ക് അക്കൗണ്ടുകൾ മുഖേനയും 2 കോടിയോളം രൂപ മറ്റു പലരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചതായുള്ള പരാതിയും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. മറ്റു പലരെയും ഉപയോഗപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ദേഹോപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നതായിട്ടുള്ള പരാതിയും ഇപ്പോൾ കണ്ണൂരിലും ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ പരാതികളുണ്ട്. ഈ പരാതികളെ തുടർന്ന് ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.